ഇടുക്കി പാഞ്ചാലിമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിലെ നിർമ്മാണം തടഞ്ഞ വനംവകുപ്പ്. നിർമ്മാണം നടക്കുന്നത് വനഭൂമിയിലെന്നാണ് വനംവകുപ്പിന്റെ അവകാശവാദം. മുറിഞ്ഞപുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടേതാണ് നടപടി. വിവരങ്ങളുമായി സുബിൻ തോമസ് ചിരിയാണ്. സുബിൻ, ഏത് സാഹചര്യത്തിലാണ് നടപടി? ഇടുക്കി പാഞ്ചാലിമേട് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും നാളുകളായി അവിടെ ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. 3.5 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നു വന്നിരുന്നത്. ഇതിനിടയിലാണ് ഈ ഒരു വികസന പ്രവർത്തനങ്ങൾ തടഞ്ഞുകൊണ്ട് വനം വകുപ്പ് രംഗത്തെത്തിയത്. പ്രധാനമായും ഈ ടൂറിസം മേഖലയായ ഈ പ്രദേശത്ത് ഒരു ചെക്ക് ഡാം നിർമ്മിക്കുന്നുണ്ട്. ഈ ചെക്ക് ഡാമിൽ ബോട്ടിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ചെക്ക് ഡാം നിർമ്മിക്കുന്നത്. ഈ ചെക്ക് ഡാമിന്റെ 1/3 ഭാഗം വനഭൂമിയിലാണ് എന്നുള്ളൊരു അവകാശവാദമാണ് നിലവിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. മുറിഞ്ഞപുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറാണ് ഇത്തരത്തിൽ ഈ ഭൂമി വനഭൂമിയാണ് എന്ന് കാണിച്ചുകൊണ്ട് ഇവിടെ എത്തുകയും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുകയും ചെയ്തത്. പ്രധാനമായും ഇതിൽ ഉയരുന്ന ആരോപണം എന്നുള്ളത് കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഈ പാഞ്ചാലിമേടിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ടൂറിസം മേഖലയായി ആളുകൾ എത്തുന്ന ഒരു പ്രദേശമാണ്. അന്നൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു അവകാശവാദം വനംവകുപ്പ് ഉന്നയിച്ചിരുന്നില്ല. കൂടാതെ ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോഴും വനംവകുപ്പ് ഈ ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നില്ല. ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് വനംവകുപ്പ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം, അല്ലെങ്കിൽ ഇത്തരത്തിൽ വനഭൂമിയിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചത്. എന്തായാലും നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഈ ഒരു ടൂറിസം ഡിപ്പാർട്ട്മെന്റ്. ഇത്തരത്തിൽ ഈ ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട വനംവകുപ്പ് അനാവശ്യ ഇടപെടൽ നടത്തുന്നു. കൂടാതെ ഈ ടൂറിസം മേഖല തകർക്കാനുള്ള ഒരു ശ്രമമാണ് വനംവകുപ്പ് നടത്തുന്നത് എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും ഉയർന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ജനകീയ പ്രതിഷേധങ്ങളും മേഖലയിൽ ഉടലെടുത്തിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.